ഏകാദശി ചടങ്ങുകൾ നടത്തുന്നതിന് ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച കോടതി വിധിയിൽ ഇളവ് ലഭിക്കാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയെ സമീപിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോടതി വിധി പൂർണ്ണമായും പാലിച്ചായിരിക്കും ഏകാദശി ചടങ്ങുകൾക്ക് ആനകളെ എഴുന്നള്ളിക്കുക. ദശമി ദിനത്തിലെ ഗജരാജൻ കേശവൻ അനുസ്മരണവും ഏകാദശി ദിവസം രാവിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനകളോടെയുള്ള എഴുന്നള്ളിപ്പുമാണ് കോടതി വിധി പാലിച്ച് നടത്തുക. കേശവൻ അനുസ്മരണത്തിന് തിരുവെങ്കിടം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഗജഘോഷയാത്രയിൽ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കും. കേശവപ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നതിന് മുകളിലേക്ക് ഒരു ആനയെ മാത്രമാണ് കയറ്റുക. ആന കയറുന്ന സമയത്ത് ആരെയും പ്രവേശിപ്പിക്കില്ല. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും നേരത്തെ പുഷ്പാർച്ചന നടത്തും. രാവിലെ 9 മണിക്ക് മുമ്പ് ചടങ്ങുകൾ അവസാനിപ്പിക്കും. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് കളഭം ചാർത്താനോ കുറി തൊടിയിക്കാനോ അനുവദിക്കില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. രാസവസ്തുക്കൾ ചേർന്ന കുറി തൊട്ടാൽ ആനകളുടെ തൊലിക്ക് അലർജിയും നെറ്റിപ്പട്ടം കേടുവരാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന കളഭവും ചന്ദനവും മാത്രം ചാർത്തിയാൽ മതി എന്നാണ് ആനച്ചികിത്സാ വിദഗ്ധരുടെ അഭിപ്രായം. ഇത് നടപ്പിലാക്കുക മാത്രമാണ് ഭരണസമിതി ചെയ്തത്. ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതിൽ ദേവസ്വത്തെയും തന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇത് തീർത്തും ഹീനമായ പ്രവൃത്തിയാണ്. ഉദയാസ്തമന പൂജ ആചാരമല്ല, വഴിപാടാണ്. വഴിപാടുകാരന്റെ താൽപര്യപ്രകാരം നടത്താവുന്നതാണ്. ഉദയാസ്തമന പൂജ നടക്കുന്നതിനാൽ ഏകാദശി ദിവസം ഭക്തർക്ക് ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കുന്നില്ല. ഇത് കണക്കിലെടുത്താണ് ഏകാദശിക്ക് ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് ഒരാചാരമല്ല, അതൊരു വഴിപാടാണ്. ഭക്തന്മാർ ഏർപ്പെടുത്തുന്ന വഴിപാടാണ്. കാലാകാലങ്ങളിലായിട്ട് ആ വഴിപാട് എന്ത് ചെയ്യാം, ഭക്തന്റെ ഇംഗിതത്തിനനുസരിച്ച് ഏത് ദിവസം വേണമെങ്കിലും നടത്താവുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അനുമതിയോടുകൂടി. കാരണം ഇപ്പോൾ 98 ബുക്ക് ചെയ്തവരുടെ ഉദയാസ്തമന പൂജയും ഇതൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭക്തന്മാർ ചിലർ വന്ന് പറയും ഇന്ന ദിവസം ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്, അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അന്നത്തെ ദിവസം ഞങ്ങൾക്ക് എത്തില്ല, ഞങ്ങളുടെ മക്കളൊക്കെ അമേരിക്കയിലാണുള്ളതല്ല, ഇങ്ങനെയൊക്കെയുള്ള പല ഇതും പറയാറുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഭക്തന്മാരുടെ സൗകര്യമനുസരിച്ച് മാറ്റിക്കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏകാദശി തൊഴാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഗുരുവായൂരിൽ എത്തിച്ചേരുന്നത്. ഭരണസമിതി അംഗങ്ങളായ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, പി.കെ. വിശ്വനാഥൻ, വി.ജി. രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ.